ലയൺസ് ഗേറ്റ് മോഷൻ പിക്ചർ എന്ന പ്രശസ്തമായ ഹോളിവുഡ് മൂവി പ്രൊഡക്ഷൻ കമ്പനി ഗ്രൂപ്പിൻ്റെ പ്രസിഡന്റ് ജെയ്സൺ കോൺസ്റ്റന്റൈൻ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞത് ഇങ്ങനെയാണ്: ഹോളിവുഡിലെ ഏറ്റവും പ്രശസ്തമായൊരു പ്രിൻസിപ്പിൾ ഇതാണ്, നിങ്ങൾ ഒരിക്കലും ഒരു നായയെ കൊല്ലരുത്. നിങ്ങളുടെ സിനിമയിൽ ഒരു നായ എപ്പോഴാണോ കൊല്ലപ്പെടുന്നത്, ആ നിമിഷം നിങ്ങൾക്ക് നിങ്ങളുടെ വലിയൊരു ശതമാനം പ്രേക്ഷകരെയും നഷ്ടമാവും. അപ്പോഴാണ് ഒരു സിനിമ തുടങ്ങി ആദ്യ 15 മിനിറ്റിൽ തന്നെ ആക്രമിക്കപ്പെട്ട് വീണ് കിടക്കുന്ന തൻ്റെ യജമാനടുത്തേക്ക് ശരീരമാകെ മുറിവേറ്റ് ചോരയിൽ കുതിർന്ന് നിരങ്ങി നീങ്ങിയെത്തി ഡെയ്സി എന്ന നായ ചാവുന്നത്. ഫസ്റ്റ് സ്ക്രീനിംഗ് ടെസ്റ്റിൽ ഈ രംഗം കണ്ടതും ഓഡിയൻസിൽ ഭൂരിഭാഗവും നിശബ്ദരായി. അവർക്ക് സിനിമ തുടർന്ന് കാണണമെന്ന് പോലും ഇല്ലാതെയായി. പലരും ഇറങ്ങിപ്പോയി. പക്ഷേ പിന്നീട് സിൽവർ സ്ക്രീനിലും ലോക സിനിമയിലും സംഭവിച്ചത് ആക്ഷൻ സിനിമ ജോണറിൻ്റെ ഇതുവരെ ആരും കാണാത്ത മുഖമായിരുന്നു. മോഡേൺ ആക്ഷൻ സിനിമയിലെ ഒരു പാരഗണാണ് ജോൺ വിക്ക് ഫ്രാഞ്ചൈസി. ഒരേ സമയം ഇമോഷണൽ ഡെപ്തുള്ള ഒരു കഥയും കഥാപാത്രങ്ങളും. അത് നടക്കുന്നത് പ്രേക്ഷകൻ്റെ പ്രതീക്ഷകൾക്ക് ഒരുപാടപ്പുറത്തുള്ള സമൃദ്ധമായ ഒരു ലോകത്ത്, യുക്തിചിന്തകൾക്ക് അതീതമായ നായകൻ്റെ പോരാട്ടങ്ങളിലൂടെ. ജോൺ വിക്ക് സിനിമകൾ ഒരു ബെഞ്ച് മാർക്ക് ആക്ഷൻ സിനിമകളായി മാറുന്നത് ഒരു ആക്ഷൻ സിനിമയ്ക്ക് വേണ്ട എല്ലാ ഡയമെൻഷൻസും അതിഗംഭീരമായി തയ്യാറാക്കി പ്രേക്ഷകന് മുമ്പിൽ എത്തിച്ചതുകൊണ്ടാണ്. ഒരു നിരൂപക കാഴ്ചപ്പാടിൽ ജോൺ വിക്കിനെ ഒരു മാതൃകാപരമായ ഉദാഹരണമായി കണക്കിലെടുത്ത് ആക്ഷൻ സിനിമകളുടെ പ്രധാനപ്പെട്ട 10 ഘടകങ്ങൾ ഒന്ന് പരിശോധിക്കാം. ആക്ഷൻ കൊറിയോഗ്രഫി ആൻഡ് സ്റ്റണ്ട് ഡിസൈൻ. കൊറിയോഗ്രഫിയും സ്റ്റണ്ട് ഡിസൈനും വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു രീതിയിൽ റീഡിസൈൻ ചെയ്തുകൊണ്ടാണ് ജോൺ വിക്ക് ഫ്രാഞ്ചൈസി ഒരു ബെഞ്ച് മാർക്കായി മാറിയത്. ജോൺ വിക്ക് സിനിമകളിലെ ടൈറ്റിൽ ക്യാരക്ടറിനെ അവതരിപ്പിച്ചിരിക്കുന്നത് കിയാനു റീവ്സ് ആണ്. വളരെ പ്രശസ്തമായ ദി മെട്രിക്സ് എന്ന സിനിമയിൽ കിയാനുവിൻ്റെ സ്റ്റണ്ട് ഡബിൾ ആയിരുന്ന ചാഡ് സ്റ്റഹെസ്കിയാണ് ജോൺ വിക്ക് സിനിമകളുടെ സംവിധായകൻ. ഈ സീരീസ് സിനിമകളിലെ ആക്ഷൻ പ്രേക്ഷകന് മുമ്പിലേക്ക് വെക്കുന്നത് മാർഷൽ ആർട്ടും ഗൺ പ്ലേയും ഒന്നിച്ചുള്ള ഗൺ ഫു എന്ന കോമ്പാറ്റ് ടെക്നിക്കിനെ മോഡേൺ വേർഷനായി സ്റ്റൈലൈസ് ചെയ്താണ്. അതും വളരെയധികം വിശ്വാസ്യതയോടെയും കൃത്യതയോടെയും. ഈ കൃത്യത എന്ന് പറയുമ്പോൾ നമ്മൾ കരുതും ഇതൊക്കെ ചുമ്മാ പറയുന്നതാണെന്ന്. എന്നാൽ അങ്ങനെയല്ല. ഒരു ഉദാഹരണം പറയാം. ഷൂട്ട് ഔട്ട് രംഗങ്ങളിൽ ക്യാരക്ടർ ആരാണെങ്കിലും അവർ ഉപയോഗിക്കുന്ന ഗണ്ണിൽ നിന്നും അതിൻ്റെ മാക്സിമം കപ്പാസിറ്റി ബുള്ളറ്റുകൾ മാത്രമേ ഫയർ ആകൂ. മിക്കപ്പോഴും ഒരു ബുള്ളറ്റ് ബാക്കി നിൽക്കെ തോക്കുകൾ റീലോഡ് ചെയ്യപ്പെടും. വളരെ ഫാസ്റ്റായി നീങ്ങുന്ന ആക്ഷൻ രംഗങ്ങളിൽ ഒരുപാട് മോഡൽ ഡമ്മി തോക്കുകൾ മാറി മാറി ഉപയോഗിച്ച് ഫയർ ചെയ്യുന്ന ബുള്ളറ്റിൻ്റെ എണ്ണം കൃത്യമായി മനസ്സിലാക്കി ആക്ഷൻ രംഗങ്ങൾ കൊറിയോഗ്രഫി ചെയ്യണമെങ്കിൽ അത്രയധികം ശ്രദ്ധയുണ്ടായിരിക്കണം. അതിവിടെയുണ്ട്. ഒതൻറ്റിസിറ്റി നിലനിർത്താൻ 90% സ്റ്റണ്ടും കിയാനു റീവ്സ് സ്വയമാണ് ചെയ്തിരിക്കുന്നത്. അതിനായി അദ്ദേഹം ഒരുപാട് ട്രെയിനിങ് ചെയ്തിട്ടുണ്ട്. ജൂഡോ, ജിജിറ്റ്സു, ടാക്ടിക്കൽ ഫയർ ആം ഹാൻഡ്ലിംഗ്, അങ്ങനെ. അതും ഒട്ടുമിക്ക ആക്ഷൻ രംഗങ്ങളും ലോങ് ടേക്കുകളാണ്. അതുകൊണ്ട് തന്നെ പ്രേക്ഷകനുണ്ടാകുന്ന ഇമേഴ്സീവ് എക്സ്പീരിയൻസ് ആക്ഷൻ രംഗങ്ങളെ അപ്രിഷ്യേറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന തരത്തിലാണ്. CGIയേക്കാൾ പ്രാക്ടിക്കൽ എഫക്ട്സിന് പ്രാധാന്യം. കൂടെ ജോൺ വിക്ക് എന്ന ക്യാരക്ടറിൻ്റെ വൈകാരികതയെ കോംപ്രമൈസ് ചെയ്യാത്ത കഥ പറച്ചിലും. സിനിമാറ്റോഗ്രഫി. ജോൺ വിക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് നായകൻ്റെ വളരെ ശാന്തമായ സ്വകാര്യ ജീവിതവും തുടർന്ന് അയാൾ തിരിച്ചെത്തുന്ന വ്യവസ്ഥകൾക്ക് അതീതമായ അധോലോകവും തമ്മിലുള്ള വ്യക്തമായ വേർതിരിവാണ്. ആദ്യ സിനിമയിൽ സിനിമാറ്റോഗ്രാഫർ ജൊനാഥൻ സേല അനമോർഫിക് ലെൻസിൻ്റെ വിശാലമായ ആസ്പെക്ട് റേഷ്യോയിൽ ജോണിൻ്റെ കുടുംബജീവിതത്തെ വളരെ സോഫ്റ്റും വ്യക്തവുമായ ചിത്രങ്ങൾ കൊണ്ട് നിറച്ചപ്പോൾ ജോണിൻ്റെ ഉള്ളിലെ അസാസിനെ കാണിക്കാൻ ഷാർപ്പർ എസ്തെറ്റിക്സ് കൊണ്ട് ക്രൂരമായ ക്യാൻവാസാണ് ഉപയോഗിച്ചത്. നരേറ്റീവ് പ്രോഗ്രഷനോട് ഒത്തുചേർന്ന ക്യാരക്ടർ ട്രാൻസ്ഫോർമേഷൻ കാണിക്കാൻ ഇത്തരത്തിലുള്ള കൊറിയോഗ്രഫി ഒരു ഡെലിബറേറ്റ് ചോയ്സ് തന്നെയാണ്. കളർ പാലറ്റ് നോക്കിയാൽ നിയോൺ ഹ്യൂസ്, പ്രത്യേകിച്ച് റെഡും ബ്ലൂവും മുന്നിട്ട് നിൽക്കുന്ന വിഷ്വൽ ലാൻഡ്സ്കേപ്പ് അവിശ്വസനീയമായ ക്വാളിറ്റിയോടുകൂടി സീനുകൾ സെറ്റ് ചെയ്തിരിക്കുന്നു. ഒരു എസ്തെറ്റിക് അപ്പീൽ ഉണ്ടാകുക മാത്രമല്ല, കഥാപാത്രങ്ങളുടെ മാനസികാവസ്ഥ കാണിക്കുവാനും തുടർന്ന് പ്രേക്ഷകനിൽ പിരിമുറുക്കം ഉണ്ടാക്കുവാനും കൂടിയാണ് ഇത്തരം നിറങ്ങൾ ഉപയോഗിക്കുന്നത്. ലോകമെമ്പാടും പടർന്നു കിടക്കുന്ന വലിയൊരു ലോകമാണ് ജോൺ വിക്കിൻ്റേത്. അതുകൊണ്ട് തന്നെ രാജ്യങ്ങൾ മാറുമ്പോൾ കളർ പാലറ്റുകൾ മാറുന്നത് പോലും സൂക്ഷ്മമായി ശ്രദ്ധിച്ചാൽ അതാത് രാജ്യത്തിൻ്റെ സാംസ്കാരികവുമായി ബന്ധപ്പെട്ട് ആണെന്നുള്ളത് അവിശ്വസനീയമാം വിധം ഭംഗി കൂട്ടുന്നു. KGF സിനിമയിലെ ആക്ഷൻ രംഗങ്ങൾ കണ്ടിട്ട് എഡിറ്റർ ആരാണെന്ന് അന്വേഷിച്ചവർ കുറച്ചൊന്നുമല്ല. കാരണം പെട്ടെന്നുള്ള വിഷ്വൽ കട്ടുകൾ ഒരുപാടായിരുന്നു. ഇത് ആക്ഷൻ സിനിമയിലെ ഒരു വ്യാപകമായ ഒരു കോമൺ മെത്തേഡാണ്. എന്നാൽ ഈ മെത്തേഡിനൊപ്പം ഇതിനേക്കാൾ കൂടുതലായി ലോങ്ങർ ടേക്കും സ്റ്റഡി ക്യാമറ മൂവ്മെൻറ്റുമാണ് ജോൺ വിക്കിൽ. ഫൈറ്റ് രംഗങ്ങളുടെ വിശാലത കാണിക്കുവാനും റിയലിസം പ്രേക്ഷകനിലേക്ക് എത്തിക്കുവാനും കൂടിയാണിത്. ഫ്രാഞ്ചൈസിയിലെ 2, 3, 4 ഭാഗം സിനിമകളുടെ സിനിമാറ്റോഗ്രഫി ചെയ്തത് ഡാനിഷ് സിനിമാറ്റോഗ്രാഫറായ ഡാൻ ലൂസ്റ്റൺ ആയിരുന്നു. ഓരോ സിനിമയും പ്രോഗ്രസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന നരേഷൻ സ്റ്റൈലിനനുസരിച്ച് വ്യത്യസ്തമായ ലാൻഡ്സ്കേപ്പിൽ എക്സ്പാൻഡ് ചെയ്യുന്ന സിനിമാറ്റോഗ്രഫി അത് കാഴ്ചക്കാരന് തരുന്ന അനുഭവം മറക്കാനാവാത്തതാണ്. ഒരു ആക്ഷൻ സിനിമ അത് ഒരേ സമയം ത്രില്ലിംഗ് ആവുന്നതും എന്നാൽ കലാപരമായി മുന്നിട്ട് നിൽക്കുന്നതും ജോൺ വിക്ക് സീരീസിനേക്കാൾ മികച്ച ഉദാഹരണങ്ങൾ കുറവാണ്. സൗണ്ട് ഡിസൈൻ.
ഉപയോഗിക്കുന്ന ഓരോ തോക്കിൻ്റെയും ഫയറിംഗ് സൗണ്ട് വളരെ വ്യത്യസ്തമായി തോക്കുകളുടെ യുണീക്ക് ഫീച്ചർ നിലനിർത്താൻ വളരെ ശ്രദ്ധയോടെ ക്രാഫ്റ്റ് ചെയ്തെടുത്ത് ഉപയോഗിച്ചിരിക്കുന്നു. ഫയറിങ്ങിൽ മാത്രമല്ല, ഹാൻഡ് ടു ഹാൻഡ് കോമ്പാറ്റുകളിലെ ഓരോ ഇടിക്കും ചവിട്ടിനും, എന്തിന് കഥാപാത്രങ്ങളുടെ ചലനങ്ങൾക്ക് പോലും വ്യത്യസ്തമായ കൃത്യതയാർന്ന റിയലിസ്റ്റിക്കായ സൗണ്ടാണ് സിനിമയിൽ. പൊതുവെ ആക്ഷൻ സിനിമകളിൽ, പ്രത്യേകിച്ച് ആക്ഷൻ രംഗങ്ങളിൽ ഫൈറ്റിന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുകയും എന്നാൽ ചുറ്റുപാടിനെ മറക്കുകയും ചെയ്യുമ്പോൾ പ്രേക്ഷകന് സിറ്റുവേഷനെക്കുറിച്ചുള്ള പൂർണ്ണ ബോധം കിട്ടണമെന്നില്ല. എന്നാൽ ഇവിടെ ഒരിക്കൽ പ്രേക്ഷകൻ ജോൺ വിക്ക് ലോകത്തേക്ക് പ്രവേശിച്ചാൽ പൂർണ്ണമായും അവിടെ ആകുന്ന ഫീലിംഗ് കിട്ടുന്നത് ഒരു തുണി മടക്കുന്നതിൽ തുടങ്ങി വളരെ അകലെ നിന്ന് കേൾക്കുന്ന എക്കോയ്ക്ക് പോലും വ്യക്തമായ ശബ്ദ സാന്നിധ്യം ഉറപ്പാക്കുന്ന സൗണ്ട്സ്കേപ്പ് ലെയേഴ്സാണ്. മ്യൂസിക്കൽ സ്കോറിൻ്റെ ഭാഗത്തേക്ക് ശ്രദ്ധിച്ചാൽ കഥാഗതിക്ക് അനുസരിച്ച് വരുന്ന വ്യത്യസ്തമായ ആചാരങ്ങൾ പാലിക്കുന്ന അനേകം കഥാപാത്രങ്ങളും സന്ദർഭങ്ങളും സിനിമയിൽ വരുമ്പോൾ ഇലക്ട്രോണിക് എലമെൻറ്റ്സ് ചേർത്ത മോഡേൺ മ്യൂസിക്കിൻ്റെയും ഓർക്കസ്ട്രൽ അറേഞ്ച്മെൻറ്റ്സ് കൊണ്ടുള്ള ട്രഡീഷണൽ മ്യൂസിക്കിൻ്റെയും ബ്ലെൻഡാണ് പ്രയോഗിച്ചിരിക്കുന്നത്. തീർത്ത നിശബ്ദത മുതൽ തീവ്രമായ പോരാട്ടങ്ങൾ വരെ പടർന്നു കിടക്കുന്ന സൗണ്ട് ഡൈനാമിക് റേഞ്ച്. ഇത്ര വിശാലമായ ശബ്ദവ്യാപ്തി എന്തിനാണെന്ന് ഇപ്പോൾ തോന്നുന്നുവെങ്കിൽ ആ രംഗങ്ങളിലാണ് നടന്ന പോരാട്ടങ്ങളുടെ കോൺസിക്വൻസസിനെ കുറിച്ച് കഥാപാത്രങ്ങൾ ചിന്തിക്കുന്നതും ഭയപ്പെടുന്നതും തുടർന്നുള്ള പോരാട്ടങ്ങൾക്ക് തയ്യാറെടുക്കുന്നതും കൂടെ പ്രേക്ഷകനും. എഡിറ്റിംഗ് ആൻഡ് പേസിംഗ്. ഒരു കിഡിലൻ ക്ലാസിക്കൽ മ്യൂസിക്കലുണ്ട്, സിംഗിങ് ഇൻ ദ റെയിൻ. അതിൽ നിന്നും ഇൻസ്പയർഡായി ആക്ഷൻ രംഗങ്ങളെ ഒരു നൃത്തരൂപം പോലെ കോറിയോഗ്രാഫ് ചെയ്യുന്ന രീതിയിലാണ് ജോൺ വിക്കിലെ മ്യൂസിക്കിൻ്റെ എഡിറ്റിങ്ങും പേസിങ്ങും. നീണ്ട ആക്ഷൻ രംഗങ്ങൾ ഒരു സെറ്റിങ്ങിൽ നിന്ന് അടുത്തതിലേക്ക് നീങ്ങുമ്പോൾ ഒരു ഡാൻസിലെ ചലനങ്ങൾ പോലെ ഒഴുകി നീങ്ങുന്ന സംഗീതത്തിൻ്റെ എഡിറ്റിംഗ്. ഇതിനായി റാപ്പിഡ് കട്ടുകളേക്കാൾ ലോങ് ടേക്കുകളും വൈഡ് ഷോട്ടുകളും കൂടുതലായി നിലനിർത്തിയിട്ടുണ്ട്. സൗണ്ട് ഡിസൈനിൽ പറഞ്ഞതുപോലെ ത്രസിപ്പിക്കുന്ന ആക്ഷൻ രംഗങ്ങളുടെ ഇടയിൽ കൃത്യമായ ഇടവേളകളിൽ ക്യാരക്ടർ ഡെവലപ്മെൻറ്റിന് അനിവാര്യമായ ഗ്രൗണ്ടഡായ നിശബ്ദമായ വൈകാരിക രംഗങ്ങളും ചിത്രത്തിലുണ്ട്. അതും പ്രേക്ഷകനിൽ യാതൊരു മുഷിപ്പും ഉണ്ടാക്കാത്ത രീതിയിൽ തന്നെ. ജോൺ വിക്ക് ചാപ്റ്റർ 4-ലെ അകിരയും അച്ഛൻ ഷിമാസുവും തമ്മിലുള്ള വൈകാരിക രംഗങ്ങൾ തുടർന്നുള്ള പോരാട്ടങ്ങൾക്ക് നൽകുന്ന ഇമോഷണൽ വെയിറ്റേജ്, അത് പ്രേക്ഷകനിൽ പൂർണ്ണമായും നിലനിർത്തുന്ന കണക്ഷൻ ഒരു ഉദാഹരണം മാത്രമാണ്. ഒരു കാർ ചേസിംഗ് രംഗം കണ്ടിട്ട് അവസാനം ഒരിടത്ത് എത്തിക്കഴിഞ്ഞിട്ട് ചേട്ടാ ഇതിപ്പോൾ എങ്ങനെ ഇവിടെ എത്തി എന്നൊരു സംശയം മിക്ക സിനിമകളിലും തോന്നാറുണ്ട്. മിക്കപ്പോഴും അതിന് കാരണം ഇടയ്ക്ക് വരുന്ന എഡിറ്റിങ്ങിൽ ഒരു കട്ടാവാം. പക്ഷെ ജോൺ വിക്കിൽ അങ്ങനെയൊരു തോന്നൽ പ്രേക്ഷകന് വരില്ല. സിനിമയുടെ നരേഷനിൽ ഒന്നിലധികം ലൊക്കേഷനിലേക്ക് നീങ്ങുന്ന ആക്ഷൻ രംഗങ്ങൾ പ്രേക്ഷകനിൽ ഉണ്ടാക്കാൻ സാധ്യതയുള്ള കൺഫ്യൂഷൻസ് ഇവിടെ ഒഴിവാക്കിയിരിക്കുന്നത് കൃത്യമായ ജിയോഗ്രഫി നിലനിർത്തിക്കൊണ്ട് തന്നെയാണ്. ടൈറ്റിൽ ക്യാരക്ടറിനെ പ്രേക്ഷകനിലേക്ക് എത്തിക്കുവാനും പുതിയൊരു ലോകം പരിചയപ്പെടുത്തുവാനും വേണ്ടിയുള്ള ജോൺ വിക്ക് ചാപ്റ്റർ 1-ൽ നിന്ന് ഒരുപാട് ക്യാരക്ടേഴ്സും വിശാലമായ വലിയൊരു ലോകവും അവിടുത്തെ പോരാട്ടങ്ങളുമുള്ള ചാപ്റ്റർ 4-ലേക്ക് എത്തുമ്പോൾ ഒരു മഹാകാവ്യം സിൽവർ സ്ക്രീനിൽ പ്രതിഫലിച്ച് കാണിക്കുന്നതിൽ ഇതുവരെ കണ്ടുവരാത്ത ഈ എഡിറ്റിംഗ് പേസിംഗ് സ്റ്റൈലിന് വലിയ പ്രാധാന്യമുണ്ട്. വേൾഡ് ബിൽഡിംഗ്. ജോൺ വിക്കിൻ്റെ ലോകം, നമുക്കിടയിൽ ആ ലോകം ഇല്ലെന്ന് വിശ്വസിക്കാൻ കഴിയാത്ത തരത്തിൽ ഒരുപാട് ഇഴുകിച്ചേർന്നതെന്ന് തോന്നിപ്പിക്കുന്ന, എന്നാൽ അതേസമയം ഒരിക്കലും പ്രേക്ഷകന് എത്തിച്ചേരാൻ കഴിയില്ല എന്നും തോന്നിപ്പിക്കുന്ന ഒരു ലോകം. സ്വന്തമായ നിയമങ്ങളുള്ള, ആചാരങ്ങളുള്ള, അധികാരക്രമങ്ങളുള്ള, നിഗൂഢമായ, അതോടൊപ്പം സങ്കീർണമായ കൊലയാളികളുടെ ഒരു ലോകം. വളരെ സ്ട്രിക്റ്റായ നിയമങ്ങൾ അനുസരിക്കുന്ന, സ്വന്തമായ സമ്പദ്ഘടനയുള്ള, സാധാരണ ലോകത്തിൻ്റെ ഒപ്പം നീങ്ങുന്ന പ്രൊഫഷണൽ കില്ലേഴ്സിൻ്റെ ഒരു സമാന്തര ലോകം. അതാണ് ജോൺ വിക്കിൻ്റെ ലോകം. ഗോൾഡ് കോയിനുകളും മാർക്കറുകളും അടങ്ങിയ ഒരു യുണീക്ക് എക്കണോമിയും കൊലയാളികളുടെ വിശ്രമ സ്ഥലങ്ങളായ കോണ്ടിനെൻ്റൽ ഹോട്ടലുകളിലും തുടങ്ങി അസാസിൻ സമൂഹത്തെ നിയന്ത്രിക്കുന്ന ഗവേണിംഗ് അതോറിറ്റിയായ ഹൈ ടേബിളിനെയും പരിചയപ്പെടുത്തുന്ന ചാപ്റ്റർ 1 തുടർന്ന് മറ്റു ഭാഗങ്ങളിലേക്ക് പോകുന്നത് കൂടുതൽ സങ്കീർണമായ കഥയിലേക്കാണ്. പുറം ലോകത്തിലെ ക്രൂരതകളുടെ നേർ വിപരീതമായ ആഡംബരപൂർണമായ കോണ്ടിനെൻ്റൽ ഹോട്ടൽ, രാഷ്ട്രീയമായ പോരാട്ടങ്ങൾ നടക്കുന്ന, എന്നാൽ ലോകത്തിലെ ഏറ്റവും ക്രൂരന്മാർ പോലും ഭയക്കുന്ന കൊടും ചതികളും രഹസ്യ നീക്കങ്ങളും തീരുമാനിക്കുന്ന ദി ഹൈ ടേബിൾ, രക്തം കൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്യപ്പെട്ട, സ്വന്തം ജീവനേക്കാൾ വിലപ്പെട്ട മാർക്കറുകൾ എന്നിങ്ങനെ വലിയൊരു ലോകം. വ്യത്യസ്ത സംസ്കാരങ്ങളിലും മിത്തുകളിലും കേട്ടിട്ടുള്ള റെഫറൻസുകൾ സിനിമയുടെ ലോകത്തെ പ്രേക്ഷകന്റെ ചിന്തകൾക്കപ്പുറം നിർത്തുന്നുണ്ട്. സ്ലാവിക് ഫോക്ലോറിലെ ബബയാഗ ഒരു ചെറിയ ഉദാഹരണം മാത്രം. ഇത്തരം റെഫറൻസുകൾ സിനിമയുടെ ലോകത്തെ ഒരു മോഡേൺ അസാസിൻ കഥയേക്കാൾ ഉപരി സമയകാലങ്ങൾക്ക് അതീതമായ വലിയൊരു ചരിത്രത്തെയാണ് കാണിക്കുന്നത്. ആഡംബരപൂർണമായ കോണ്ടിനെൻ്റൽ ഹോട്ടലുകളുടെ ഡിസൈനിൽ തുടങ്ങി ഓരോ കഥാപാത്രങ്ങളുടെയും വ്യത്യസ്തമായ വേഷങ്ങളിൽ പോലും ജോൺ വിക്ക് ലോകത്തിൻ്റെ യുണീക്ക് ഐഡൻറ്റിറ്റി ഒരു സിനിമ സ്റ്റോറി ടെല്ലിങ്ങിലെ ബെഞ്ച് മാർക്ക് ആവുന്നത് കോംപ്രമൈസ് ചെയ്യാത്ത പ്രൊഡക്ഷൻ ഡിസൈൻ കൊണ്ട് കൂടിയാണ്. ക്യാരക്ടർ ഡെവലപ്മെൻറ്റ്. തൻ്റെ ഭാര്യയുടെ മരണത്തിൽ ദുഃഖാർത്തനായി കഴിയുന്ന ഏകാന്തനായ ഒരു അസാസിനിൽ നിന്നും അപ്രതീക്ഷിതമായ ഒരു സംഭവത്തിൻ്റെ പരിണത ഫലമായി തൻ്റെ കഴിഞ്ഞ കാലത്തെ വീണ്ടും ഓർമ്മപ്പെടുത്താൻ ക്രൂരമായ അധോലോകത്തേക്ക് തിരിച്ചെത്തുന്ന നായകൻ. ജോൺ വിക്ക് എന്ന കഥാപാത്രത്തിൻ്റെ ഈ ഡ്യുവാലിറ്റി,
അതാണ് ഫ്രാഞ്ചൈസിയുടെ ഹൃദയം. ലോകം മുഴുവൻ ഭയന്നിരുന്ന ജോൺ വിക്ക് എന്ന അസാസിൻ ഭാര്യ ഹെലനോടൊത്ത് തുടർന്നുള്ള കാലം ജീവിക്കാൻ ആഗ്രഹിച്ച് തന്റെ ഭൂതകാലം ഉപേക്ഷിക്കുന്നു. നാളുകൾക്ക് ശേഷം അസുഖം മൂലം ഹെലൻ മരണപ്പെടുന്നു. ഹെലൻ ജോണിന് അയക്കുന്ന അവസാനത്തെ സമ്മാനം ഡെയ്സി എന്നൊരു നായക്കുട്ടിയായിരുന്നു. എന്നാൽ ഒരു നാൾ ഈ നായക്കുട്ടി കൊല്ലപ്പെടുന്നു. പിന്നീട് അങ്ങോട്ട് ജോണിന്റെ പകവീട്ടൽ ആരംഭിക്കുകയാണ്. ഇത് വെറും ഒരു പകയുടെ കഥ മാത്രമല്ല. ജോണിന് നഷ്ടപ്പെടുന്നത് അയാളുടെ ജീവിതത്തിലെ പ്രതീക്ഷകളായിരുന്നു. താൻ ഒരുപാട് സ്നേഹിച്ച ഹെലന്റെ ഓർമ്മകളായിരുന്നു. തിരിച്ചെത്തുന്ന ജോൺ, ആ ക്യാരക്ടറിന്റെ ഡെവലപ്മെന്റ് അത് പ്രേക്ഷകൻ പ്രതീക്ഷിക്കുന്നതിന് ഒരുപാട് അപ്പുറമാണ്. കാലങ്ങളായി ഹൈ ടേബിളിൻ്റെയും കോണ്ടിനെൻ്റൽ ഹോട്ടലുകളുടെയും നിയമങ്ങൾ അനുസരിച്ചിരുന്ന ജോൺ തിരിച്ചെത്തുന്നത് ഇതുവരെ ആരും തെറ്റിക്കാൻ ഭയപ്പെടുന്ന ഈ നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ്. എന്നാൽ തൻ്റെ ഭൂതകാലത്തെ സുഹൃത്തുക്കളുമായുള്ള ജോണിൻ്റെ പാരസ്പര്യം അത് ആദരവും ആത്മാർത്ഥതയും നിലനിർത്തി തന്നെയാണ്. എത്ര തന്നെ ശ്രമിച്ചാലും തൻ്റെ ഭൂതകാലത്തിലെ വ്യക്തിത്വത്തിൽ നിന്നും ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് തിരിച്ചറിയുന്ന ജോണിനെ ഈ ഫ്രാഞ്ചൈസിയിൽ ഉടനീളം പ്രേക്ഷകന് കാണാൻ കഴിയും. ഈ ഒരു അണ്ടർവേൾഡിലെ ദയയില്ലാത്ത ക്രൂരതകൾക്കിടയിൽ പോലും ഒരുപാട് കഥാപാത്രങ്ങളുമായി ജോണിനുള്ള വളരെ സ്ട്രോങ് ആയ ആത്മബന്ധം. ഇതൊരു ഫാൻറ്റസി സ്റ്റോറിയേക്കാൾ ഉപരി സാധാരണ ലോകത്തേക്ക് അടുപ്പിക്കുന്ന ഒരു ഇമോഷണൽ റെസൊണൻസ് കാണാൻ കഴിയും. ഒരാളുടെ തീരുമാനങ്ങളുടെ പരിണിത ഫലവും അയാളുടെ വ്യക്തിത്വവുമായുള്ള പൊരുത്തപ്പെടലും തമ്മിലുള്ള പോരാട്ടമാണ് ജോൺ വിക്കിൻ്റെ യാത്ര പ്രതിഫലിപ്പിക്കുന്നത്. പ്രാക്ടിക്കൽ ആൻഡ് സ്പെഷ്യൽ എഫക്ട്സ്, റിയൽ സ്റ്റൺസ്. ഒരുപാട് ട്രെയിനിങ്ങിന് ശേഷമാണ് സിനിമയിലെ ഓരോ നടീനടന്മാരും സ്റ്റണ്ട് ആർട്ടിസ്റ്റുകളും സിനിമയിലെ അവരുടെ ഭാഗങ്ങൾ ചെയ്തിരിക്കുന്നത്. ആക്ഷൻ രംഗങ്ങളിലെ ഒതൻറ്റിസിറ്റി നിലനിർത്തുന്നത് പ്രേക്ഷകരിൽ ഉണ്ടാക്കുന്ന അനുഭവം പ്രതീക്ഷകൾക്കപ്പുറമാണ്. സിനിമയിൽ ഉടനീളമുള്ള ഗൺഫു എന്ന മാർഷൽ ആർട്ടും ഗൺ ഫൈറ്റും ചേർന്നുള്ള ടെക്നിക്കിൽ തുടങ്ങി ചാപ്റ്റർ 2-ലെ കാർ ചേസിങ്ങിനോടൊപ്പമുള്ള മാർഷൽ ആർട്ട് ചേർന്ന കാർഫു ടെക്നിക് ഒക്കെ പ്രേക്ഷകർ ആദ്യമായിട്ടാണ് ഇത്രയധികം കൃത്യതയോടെ കാണുന്നത്. എന്നാൽ വിഷ്വൽ എഫക്ട്സ് തീരെയില്ല എന്നല്ല ഇതിനർത്ഥം. ചാപ്റ്റർ 3-ലെ നൈഫ് ഫൈറ്റ് സീനിൽ റബ്ബറൈസ്ഡ് പ്രോപ്പ് നൈവ്സ് ആണ് യൂസ് ചെയ്തത്. ശേഷം പോസ്റ്റ് പ്രൊഡക്ഷനിൽ ഡിജിറ്റൽ കൗണ്ടർ പാർട്സ് ഉപയോഗിച്ച് റീപ്ലേസ് ചെയ്തിരുന്നു. തോക്കുകളുടെ മസിൽ ഫ്ലാഷസ്, ചോര തെറിക്കുന്നത്, ഇതെല്ലാം VFX ചെയ്യുന്നതായിരുന്നിട്ടും ക്വാളിറ്റി കുറയാതെ ചെയ്യുന്നതിൽ മേക്കേഴ്സ് വളരെയധികം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇതുവരെ പ്രേക്ഷകർ കാണാത്ത ഇന്നോവേറ്റീവ് ആക്ഷൻ സെറ്റ് പീസസ് ഈ ഫ്രാഞ്ചൈസിയിൽ ഉടനീളമുണ്ട്. അതിനൊരു ഉദാഹരണമാണ് വീഡിയോ ഗെയിം എയ്സ്തെറ്റിക്സിൽ നിന്ന് പ്രചോദനം കൊണ്ടുള്ള ചാപ്റ്റർ 4-ലെ ടോപ്പ് ഡൗൺ ഡ്രാഗൺ ബ്രെത്ത് ഗൺ ഫൈറ്റ് സീൻ. ആക്ഷൻ രംഗങ്ങളിലെ വിഷ്വൽ സ്പെക്ടക്കിൾ ജോൺ വിക്ക് സിനിമകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആക്ഷൻ സിനിമാ പ്രേമികൾക്ക് 100% തൃപ്തി തരുന്നതാണ്. മ്യൂസിക് ആൻഡ് സ്കോർ, ഫൺ, റോ, അഗ്രസീവ് ആൻഡ് അൺഓർത്തഡോക്സ് സ്കോർ. രസകരമായ എന്നാൽ അപരിഷ്കൃതമായ, അക്രമാസക്തമായ എന്നാൽ യാഥാസ്ഥിതികമല്ലാത്ത സംഗീതമാണ് സിനിമയുടെ ഡയറക്ടർ ചാഡ് സ്റ്റെഹൽസ്കി ആവശ്യപ്പെട്ടത്. ടൈലർ ബെയ്റ്റ്സും ജോയൽ ജെ റിച്ചാർഡ്സും ചേർന്ന് തയ്യാറാക്കിയ മ്യൂസിക്കൽ സ്കോർ ജോൺ വിക്കിൻ്റെ യാത്രയിൽ മറ്റൊരു ഓപ്ഷൻ ആർക്കും തിരഞ്ഞെടുക്കാൻ കഴിയാത്ത വിധം ഗംഭീരമാക്കി. ചാപ്റ്റർ 1-ലെ ജോൺ വിക്കിൻ്റെ അധോലോകത്തേക്കുള്ള തിരിച്ചുവരവിന് മെർലിൻ മാൻസന്റെ കില്ലിംഗ് സ്ട്രേഞ്ചേഴ്സിൽ തുടങ്ങി ചാപ്റ്റർ 4-ലെ ക്ലൈമാക്സ് രംഗങ്ങൾക്ക് ലെ കാസൽവാനിയ വരെ എത്തി നിൽക്കുന്ന അസാമാന്യ മ്യൂസിക് സ്കോറുകൾ, ഇലക്ട്രോണിക്, റോക്ക് ആൻഡ് ഓർക്കസ്ട്രൽ എലമെൻറ്റ്സ് ചേർത്തുകൊണ്ടുള്ള ഫ്യൂഷൻ സ്കോറുകൾ സിനിമാറ്റിക് എക്സ്പീരിയൻസിനെ ഒരുപാട് എൻഹാൻസ് ചെയ്തിട്ടുണ്ട്. ഫ്രഞ്ച് DJയും മ്യൂസിക് പ്രൊഡ്യൂസറുമായ ജെസഫൈസ്റ്റീൻ, ഫ്രഞ്ച് ഇലക്ട്രോണിക് മ്യൂസിക് ഡുവോ ജസ്റ്റിസ്, പോപ്പ് സ്റ്റാർ റിന സവയാമ, ലോല കൊളറ്റ് തുടങ്ങിയവരുമായുള്ള കൊളാബറേഷൻസ് വഴി വ്യത്യസ്തമായ ട്രാക്കുകൾ സിനിമയിലേക്ക് കൊണ്ടുവന്നിട്ടുമുണ്ട്. ലൊക്കേഷൻ ആൻഡ് പ്രൊഡക്ഷൻ ഡിസൈൻ. റിയൽ വേൾഡ് ലൊക്കേഷനിലേക്ക് കോംപ്ലക്സ് പ്രൊഡക്ഷൻ ഡിസൈൻ ചേർത്ത് അതീവ ശ്രദ്ധയോടെ തയ്യാറാക്കിയ, ഓഡിയൻസിൽ അവിശ്വസനീയമായ വിഷ്വൽ എസ്തെറ്റിക്സോട് കൂടിയാണ് ജോൺ വിക്ക് സിനിമകൾ കഥ പറഞ്ഞിരുന്നത്. ന്യൂയോർക്ക് സിറ്റിയുടെ ഐക്കോണിക് ആർക്കിടെക്ചറിൽ തുടങ്ങുന്ന ചാപ്റ്റർ 1 ബ്രൂക്ലിൻ ബ്രിഡ്ജ്, ഡൗൺ ടൗൺ മാൻഹാട്ടൻ തുടങ്ങിയ സ്ഥലങ്ങൾക്ക് ഒരു നോയർ ബാക്ക്ഡ്രോപ്പ് നൽകിക്കൊണ്ടാണ് പകയുടെ ലോകം കാണിക്കുന്നത്. ഇത് ഒരേ സമയം ചിത്രത്തിൻ്റെ ബഡ്ജറ്റ് കുറയ്ക്കുകയും എന്നാൽ കഥയിൽ ന്യൂയോർക്ക് സിറ്റിയുടെ പ്രാധാന്യം ഒരു കഥാപാത്രത്തോളം ഉണ്ടെന്ന് അറിയിക്കുക കൂടിയാണ്. എന്നാൽ 4-ാം ഭാഗത്തേക്ക് എത്തുമ്പോൾ ജോർദാൻ, ജപ്പാൻ, ജർമ്മനി, ഫ്രാൻസ് എന്നിങ്ങനെ വിശാലമായ ജിയോഗ്രഫിക്കൽ സ്കോപ്പ് സിനിമയിൽ ഭാഗമാകുന്നുണ്ട്. ജോർദാനിലെ വാദീറം, ബെർലിനിലെ ഇൻ്റർനാഷണൽ കോൺഗ്രസ് സെൻറ്ററും, ബീലിറ്റ്സ് ഹെയിൽസ്റ്റാറ്റൻ ഹോസ്പിറ്റൽ, ക്രാഫ്റ്റ് വർക്ക് ഇവൻറ്റ് സ്പേസ്, പാരീസിലെ ആർക്ക് ഡെ ട്രിയോംഫയൊക്കെ ഡീപ്പ് ബ്ലാക്കിൻ്റെയും നിയോൺ ഹ്യൂസിൻ്റെയും കളർ പാലറ്റിൽ മുങ്ങി സിനിമയിലേക്ക് എത്തുമ്പോൾ ആഡംബരപൂർണ്ണമായ ലോകത്തെ മാത്രമല്ല കാണിക്കുന്നത്, കഥാപാത്രങ്ങളുടെ ഇമോഷൻസ് കൂടിയാണ്. തീം ആൻഡ് ടോൺ. 4 സിനിമകളിലായി പുതിയൊരു ലോകവും സ്റ്റൈലൈസ്ഡ് കില്ലിങ്സ് മാത്രമല്ല വിക്ക് സീരീസ് പറയുന്നത്. വളരെ സ്ട്രോങ് ആയൊരു കഥയുമുണ്ട്. ഭൂതകാലത്തെ തീരുമാനങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല എന്നുള്ള സത്യം. എത്രയൊക്കെ മാറാൻ ശ്രമിച്ചാലും തൻ്റെ കോർ ഐഡൻറ്റിറ്റി, അതിലുള്ള വികാരം ഒഴിവാക്കാൻ കഴിയില്ല എന്ന സത്യം. പാപമുക്തിക്കായുള്ള ഒരു മനുഷ്യൻ്റെ യാത്ര.
പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വേദന എന്നിങ്ങനെ ഹ്യൂമൻ ഇമോഷൻസിൽ പൂർണ്ണമായും ബിൽഡ് ചെയ്ത കഥയും കഥാപാത്രങ്ങളുമാണ് സിനിമയിൽ സമാന്തരമായി സഞ്ചരിക്കുന്നത്. പ്രൗഢമായ മിത്തോളജിയിൽ പറയുന്ന കഥ ക്രൂരമായ ലോകത്തെ ഏറ്റവും ക്രൂരനായ ജോൺ വിക്ക് എന്ന നായകൻ തൻ്റെ ധാർമ്മികതയിൽ നിലനിൽക്കാൻ പരിശ്രമിക്കുന്നതും സിനിമയിലുടനീളം കാണാം. ഒരു ട്രാജിക് ഹീറോയാകുന്ന നായകനും അയാളുടെ നഷ്ടങ്ങളും കഠിനമായ പരിശ്രമങ്ങളും മുറുകെ പിടിക്കുന്ന വ്യക്തിപരമായ ആശയങ്ങളും ചേരുന്ന ഒരു നായകനാണ് ജോൺ വിക്ക്. ജോൺ വിക്ക് സിനിമകൾ ആക്ഷൻ സിനിമാ പ്രേമികൾക്ക് ഇതൊരു വൺസ് ഇൻ എ ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആണ്. ഒരു ആക്ഷൻ സിനിമയുടെ എല്ലാ മേഖലയും കൃത്യമായ അളവിൽ ചേർന്നിരിക്കുന്ന ഒരു 10/10 റേറ്റിംഗ് ഉള്ള സിനിമ ഫ്രാഞ്ചൈസി. 2025 ജൂൺ 6 അനാ ഡെ അർമാസ് നായികയായി ജോൺ വിക്ക് വേൾഡിലെ ഒരു സ്പിൻ ഓഫ് സിനിമ വരുന്നുണ്ട്, ബാലറീന. ജോൺ വിക്ക് ചാപ്റ്റർ 3-ക്കും ചാപ്റ്റർ 4-നും ഇടയിൽ നടക്കുന്ന സംഭവങ്ങളാണ് ബാലറീന പറയുന്നത്. ജോൺ വിക്ക് സീരീസിനെ കുറിച്ചുള്ള ഒരു ആമുഖമാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിച്ചത്. കൂടുതൽ സിനിമാ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്.